എന്തിനെ പറ്റിയെന്ന് വെച്ചാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് അവര് വിളിച്ചത്. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ റെക്കോർഡിംഗ് ക്ലാസ് കാണുന്നവർക്ക് കുറച്ച് ഭാഗങ്ങൾ മിസ്സായി പോകും. സോ ഞാൻ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് പറയാണ് കേട്ടോ. ഇതേ കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയണം. റെക്കോർഡ് ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഫാർമസി ആയിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് കേട്ടിരിക്കാം, ലൈനിലുള്ളവരൊന്ന് കേട്ടിരിക്കുക കേട്ടോ. അതായത് ഫാർമസി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ എറർ ആണ് കേട്ടോ. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷനിൽ വരുന്ന തെറ്റുകളാണ്. ആള് മാറി കൊടുക്കുക, പേര് ഡോസേജ് മാറി കൊടുക്കുക, അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഡിസ്പെൻസിങ് എറർ ആണ്. അതായത് നമ്മൾ മരുന്ന് വിതരണം ചെയ്യുമ്പോൾ വരുന്ന എററുകളാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. തേർഡ് പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാല് പ്രതികൂലമായിട്ടുള്ള മരുന്ന് പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന അത്തരം കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ADR per 100 discharges that include ലാമ, ഡാമ, അബ്സ്കോണ്ട് ആൻഡ് ഡെത്ത്. ADR എന്ന് പറയുന്നത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ആണ് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന 100 രോഗികളില് എത്ര പേര് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസുമായിട്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഫോർത്ത് പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ ഫ്രോം അബ്രീവിയേഷൻസ്. അതായത് നമുക്ക് എറർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ, മിസ് ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ വരാൻ സാധ്യതയുള്ള ചില പ്രതീകങ്ങൾ, ചുരുക്കെഴുത്തുകളൊക്കെയുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. ശരി, ഇനി അടുത്തത് നമുക്ക് ഫിഫ്ത്ത് പോയിന്റിലോട്ട് വരാം കേട്ടോ. അഞ്ചാമത്തെ പോയിന്റിലോട്ട് വരികയാണ്. പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് receiving high risk medications developing adverse drug effect എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഉണ്ട് അല്ലെ. ചിലത് നമുക്കറിയാം പ്രതികൂലമായിട്ട് എന്താ പറയാ റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന ചില ഹൈ റിസ്ക് മരുന്നുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻസറിന്റെ മരുന്നുകൾ അല്ലെ, കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻ നമുക്കറിയാം. അത് എന്തായാലും അത്തരം മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി കൊടിയ, നമുക്ക് മറ്റു പല ബുദ്ധിമുട്ടുകൾ വരും. അഡ്വേഴ്സ് റിയാക്ഷൻ ഓൾറെഡി ഉണ്ടെന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസിന്റെ ശതമാനം, പ്രധാനമായിട്ട് ചില ക്യാൻസർ പേഷ്യൻസ് ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചില ആന്റിബയോട്ടിക്സ് എടുത്താലും പ്രതികൂല റിയാക്ഷൻസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഹൈ റിസ്ക് മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളുടെ ശതമാനം, അതൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അതാണ് അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലോ. ശരി, ഇനി അടുത്തത് സിക്സ്ത് പോയിന്റ് കേട്ടോ. ആറാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് obtained by the local purchase. ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കരിച്ചന്ത എന്നൊക്കെ പറയില്ലേ. അതായത് ലോക്കൽ പർച്ചേസിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ മറ്റ് കൺസ്യൂമബിൾസിന്റെ ഒക്കെ ശതമാനം. ഇപ്പൊ ചില ആൾക്കാർക്ക് ബൾക്കായിട്ട് ചില സ്ഥലത്ത് നിന്ന് മേടിക്കുന്ന സമയത്ത് വലിയ പൈസയൊന്നും കൊടുക്കണ്ട, പക്ഷെ എന്തുണ്ടാവും, അത്തരം ലോക്കൽ പർച്ചേസ് ചെയ്യുമ്പോൾ അത് തന്നെ ബ്ലാക്കിലൊക്കെ എടുക്കുക. അതന്നെ ലോക്കൽ പർച്ചേസിൽ എടുക്കുമ്പോൾ എന്തുണ്ടാവും, വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരിക്കും. മനസ്സിലാവും. അത്തരം ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഒരു കാരണവശാലും എവിടെ ഉപയോഗിക്കാനായിട്ട് പാടില്ല, ഹോസ്പിറ്റലിനകത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെയുള്ളത് കേട്ടോ. അതാണ് ലോക്കൽ പർച്ചേസിലൂടെ വാങ്ങുന്ന ഡ്രഗ്സ് അല്ലെങ്കിൽ മറ്റു കൺസ്യൂമബിൾസിന്റെ ഒക്കെ ശതമാനം, അതൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ അതിന്റെ റേറ്റ് കൂടുകയാണെങ്കിൽ അർത്ഥം എന്താണ്, അവിടെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു സർവീസ് അല്ല കൊടുക്കുന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് ആ ഒരു പെർസെന്റേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ. അടുത്തതാണ് സെവൻത് പോയിന്റ് ആണ്, പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സ്. അതായത് നമുക്ക് ഇങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള അടിയന്തര മരുന്നുകൾ അല്ലെ, എമർജൻസി ഡ്രഗ്സുകളുടെയൊക്കെ ശതമാനം. ഓക്കെ, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ മിക്കപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് അല്ലെ. അവിടെ എമർജൻസി മരുന്നുകൾ ഒരിക്കലും എന്തുണ്ടാവില്ല, ലഭ്യമല്ല അല്ലെ. അപ്പൊ അത്തരത്തില് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. അതായത് അടിയന്തര മരുന്നുകൾ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന്റെ പെർസെന്റേജ്, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മെഡിസിൻസിന്റെ ഒക്കെ പെർസെന്റേജ്, അതൊരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അടുത്തത് എട്ടാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് റെഫ്യൂസ്ഡ് ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് GRN. എന്താണ് GRN എന്ന് നമ്മൾ അറിയാം അല്ലെ. ഗുഡ് റെസീപ്റ്റ് നോട്ട് എന്നാണ് കേട്ടോ പറയാ. എന്താണ് പറയാ, ഗുഡ് റെസീപ്റ്റ് നോട്ട് എന്നാണ് എന്ന് പറയാം കേട്ടോ. ഗുഡ്സ് റെസീപ്റ്റ് നോട്ട് കേട്ടോ.
ഇത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, GRN. അപ്പൊ എന്താണ് ഈ GRN എന്ന് പറഞ്ഞാല്? എന്താണ് GRN, ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാല്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ മരുന്നുകളുടെ ഇടപാട് അല്ലെങ്കിൽ അതുപോലെ തന്നെ സേവനങ്ങള്, അതിന്റെ ആ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും എന്താണ് രേഖപ്പെടുത്തുന്ന ആ ഒരു കാര്യം, ആ രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മള് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എവിടെന്നെങ്കിലും പർച്ചേസ്, ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അവർ എന്ത് തരും? GRN തരും അല്ലെ, ഒരു ഗുഡ് റെസിപ്റ്റ് നോട്ട് തരും കേട്ടോ. അപ്പൊ എന്താണ് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് അഥവാ GRN എന്ന് പറഞ്ഞാൽ? പ്രത്യേകിച്ച് നമ്മൾ ഫാർമസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അതായത് ഈ മരുന്നുകളുടെ ഇടപാടുകൾ അല്ലെങ്കിൽ മരുന്ന് സേവനങ്ങളുടെയൊക്കെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ആ ഒരു നോട്ട്, ആ ഒരു ഡോക്യുമെന്റേഷനെയാണ് നമ്മൾ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന പോയിന്റ് എന്താണ്? പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് റിഫ്യൂസ്ഡ് ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട്. ഈ ഒരു ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യാണ്? റിഫ്യൂസ് ചെയ്യുന്ന, നമ്മൾ നിരസിക്കുന്ന അല്ലെങ്കിൽ വിതരണക്കാർക്ക് തിരിച്ചു കൊടുക്കുന്ന മരുന്നുകളുടെ ശതമാനം. അതൊരു ഇമ്പോർട്ടന്റ്. ഗുഡ്സ് എന്നാണ് കേട്ടോ, ഗുഡ് എന്നുള്ളതല്ല, ഗുഡ് അല്ല കേട്ടോ, ഗുഡ്സ് ആണ് കേട്ടോ, ഗുഡ്സ് ആണ് കേട്ടോ. രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ. ഗുഡ് അല്ല, ഗുഡ്സ് ചരക്ക് എന്നുള്ള അർത്ഥമല്ലേ, സാധനങ്ങൾ, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ചോദിച്ചത് നന്നായല്ലേ. ഞാൻ അത് ഗുഡ് എന്ന് പറയുന്നത് നല്ലത് എന്നുള്ള അർത്ഥമല്ല, അവിടെ ചരക്ക് സാധനങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ എന്ത്, നമ്മള് ഡ്രഗ്സ് ആണ് നമ്മൾ വാങ്ങുന്നത് അല്ലെ. അപ്പൊ ഈ മരുന്നുകളുടെ ആ ഒരു ട്രാൻസാക്ഷൻസ്, ഇടപാടുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്ന ആ ഒരു ഡോക്യുമെന്റേഷൻ, ഓക്കെ, ആ ഒരു നോട്ട്, അതാണ് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യാണ്? ആ മരുന്നുകൾ നമ്മൾ വേണ്ടാന്ന് വെക്കാണ്, റിഫ്യൂസ് ചെയ്യാണ്. അതെന്ന് പറഞ്ഞാല് ഈ ബയ്യറും അതുപോലെ തന്നെ സപ്ലയേഴ്സും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഡീലിങ്സ് ആണ്. ഇവിടുത്തെ ബയ്യർ എന്ന് പറഞ്ഞാൽ ഫാർമസിക്കാരാണ് അല്ലെ, ഫാർമസിക്കാരാണ്. അപ്പൊ അവർ ഇത്ര മരുന്നുകൾ വേണമെന്ന് പറഞ്ഞിട്ട് പർച്ചേസിംഗ് ഓർഡർ അവർ കൊടുക്കും, സപ്ലയേഴ്സിന് പർച്ചേസിംഗ് ഓർഡർ കൊടുക്കും. അപ്പൊ സപ്ലയേഴ്സ് എന്ത് ചെയ്യും? അവർക്ക് കിട്ടിയ പർച്ചേസിംഗ് ഓർഡർ പ്രകാരമുള്ള മരുന്നുകൾ അവർ എത്തിക്കും. ഓക്കെ, എത്തിക്കുന്ന സമയത്ത് ഇപ്പൊ ഫാർമസിക്കാർ എന്ത് ചെയ്യും? ഈ ഗുഡ് റെസിപ്റ്റ് നോട്ട് ചെക്ക് ചെയ്ത് നോക്കുക, ഈ പർച്ചേസിംഗ് ഓർഡർ ആയിട്ട് അവര് മാച്ച് ചെയ്ത് നോക്കും. ഇവര് പറഞ്ഞ പ്രകാരമുള്ള എല്ലാ മരുന്നുകളും അവിടെ എത്തിയിട്ടുണ്ടോ, അതുപോലെ തന്നെ അതിന്റെ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ അവർ ചെക്ക് ചെയ്യും. വെറുതെ വാങ്ങിച്ചു വെക്കുകയല്ല അവർ ചെയ്യുന്നത്. ഈ മരുന്നുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ പർച്ചേസിംഗ് ഓർഡർ ആയിട്ട് ഒത്തുനോക്കും. ഏതൊക്കെ മരുന്നുകൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ആ ഓർഡർ പ്രകാരമുള്ള മരുന്നുകൾ അവിടെ വന്നിട്ടുണ്ടോ, അതിന്റെയൊക്കെ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ കറക്റ്റ് ആണോ, ഓക്കെ ആണോ, ഏതെങ്കിലും വല്ല ഔട്ട്ഡേറ്റഡ് ആയിട്ട് വരുന്ന മരുന്നുകൾ അവര് കൊണ്ടിറക്കിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ അവർ നോക്കും. ബാൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും മരുന്നുകൾ ഇറക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കും. ഇനി അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ കണ്ടീഷൻസ് മോശമാണ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകളൊക്കെ എത്തിച്ചിട്ടുണ്ടെന്ന് അവരുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫാർമസിക്കാര്, ഈ സ്റ്റോർ കീപ്പർ, അതായത് നമ്മുടെ ഫാർമസിക്കാർ എന്ത് ചെയ്യും? അത് റിഫ്യൂസ് ചെയ്യും. അത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചെന്ത് ചെയ്യും? വിതരണക്കാർക്ക് അത് തിരിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ അത് ആ ഒരു എന്നാൽ മാത്രമേ ആ ഒരു ഗുഡ് റെസിപ്റ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് തന്നെ അവർ എന്ത് ചെയ്യാണ്? അത് തിരിച്ചയക്കുകയാണ്. ഓക്കെ, അങ്ങനെയുള്ള അതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് പർച്ചേസിംഗ് ഓർഡർ ആയിട്ട് ഒത്തുനോക്കുമ്പോൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണ്, കറക്റ്റ് എല്ലാം പറഞ്ഞ പ്രകാരം അവർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാർമസി എന്ത് ചെയ്യും? ഈ പറയുന്ന ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് അവർ ഇഷ്യൂ ചെയ്യും. ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ട് അവർ കൊടുക്കും. ഇനി അങ്ങനെ അല്ലാത്ത പക്ഷം അവർ എന്ത് ചെയ്യും? അത് റിഫ്യൂസ് ചെയ്യും. ഏതെങ്കിലും തരത്തിൽ മിസ്മാച്ച് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇത് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ റിഫ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ വിതരണക്കാർക്ക് തിരിച്ചു കൊടുക്കും. അങ്ങനെ വരുന്ന കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഒന്നുകൂടെ പറയണ ഞാൻ, ഓക്കെ ആണോ? Percentage of drugs and consumables refused before the preparation of HGR. Abscond എന്ന് വെച്ചാൽ ഒളിച്ചോടുക കേട്ടോ, ഒളിച്ചോടുക, ഹോസ്പിറ്റലിൽ നിന്ന് ഒളിച്ചോടുക കേട്ടോ. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? GRN ഓക്കെ ആണോ? ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്താണെന്ന് മനസ്സിലായ? ഒന്ന് പറഞ്ഞേ, നിങ്ങളത് ഓക്കെ ആണോ? ഒന്നും കൂടെ ആ പോയിന്റ് റിപ്പീറ്റ് ചെയ്യണോ? ഒന്നുകൂടെ പറയണം, മനസ്സിലായില്ല? അതായത് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്നാണ് കേട്ടോ. ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ മരുന്നുകളുടെ ഇടപാടുകൾ, ഓക്കെ, മരുന്ന് നമ്മൾ സപ്ലൈസിൽ നിന്നൊക്കെ വാങ്ങിയില്ലേ, ആ ഒരു ഇടപാടുകൾ, സേവനങ്ങളൊക്കെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള രീതിയിൽ രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇത്ര മരുന്നുകൾ നമ്മൾ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതില്ലേ സപ്ലൈസിൽ നിന്ന് വാങ്ങുമ്പോൾ, അങ്ങനെയുള്ള ആ ഒരു നോട്ടാണ്, ആ ഒരു ഡോക്യുമെന്റേഷൻ രേഖപ്പെടുത്തലിനെയാണ് നമ്മൾ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്.
സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു സപ്ലൈസിൽ നിന്ന്, അതായത് മരുന്ന് വാങ്ങുന്ന കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയിൽ നിന്ന് മരുന്നുകൾ കൊണ്ടിറക്കുമ്പോൾ, ഫാർമസിയിലേക്ക് കൊണ്ടുവന്നിറക്കുമ്പോൾ ഫാർമസിക്കാർ എന്ത് ചെയ്യും? അവർ കൊടുത്ത പർച്ചേസിങ് ഓർഡറുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. ഇവർ ഓർഡർ കൊടുത്ത പ്രകാരമുള്ള മരുന്നുകളൊക്കെയാണോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ളത് അവർ ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്ത് നോക്കാന്ന് പറയുമ്പോൾ എണ്ണം നോക്കും, ക്വാണ്ടിറ്റി നോക്കും, അതുപോലെ അവരുടെ കൊണ്ടുവന്ന മരുന്നുകളുടെ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ നോക്കും. നല്ല മരുന്നാണോ, അതിനോ വേറെ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. വല്ല ഔട്ട്ഡേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മരുന്ന് വന്നിട്ടുണ്ടോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വല്ല മരുന്നുകളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇവർ ചെക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്ത് മാച്ചിങ് ആണെങ്കിൽ ഫാർമസിക്കാർ എന്ത് ചെയ്യും? ഗുഡ് റെസിപ്റ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. ഓക്കെ ആണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് അവർ ഇഷ്യൂ ചെയ്യും. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് സ്വീകരിക്കുന്നതിന് മുൻപ്, ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നിരസിക്കപ്പെടുന്ന ചില മരുന്നുകൾ അതെന്ന് വേണ്ടാന്ന് വെക്കും. അപ്പൊ കൊണ്ടുവന്ന മരുന്നുകൾ കൊള്ളില്ല, എന്തെങ്കിലും കുറെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്, ഇവര് പറഞ്ഞ അളവിലില്ല എന്നുണ്ടെങ്കിൽ ഫാർമസിക്കാർ എന്ത് ഇഷ്യൂ ചെയ്യില്ല? ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് അത് ഇഷ്യൂ ചെയ്യില്ല. അവർ തിരിച്ചയക്കും. ഈ മരുന്ന് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് റിഫ്യൂസ് ചെയ്യും, വിതരണക്കാർക്ക് തിരിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ വരുന്ന കേസുകളുടെ ശതമാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് റിഫ്യൂസ്ഡ്, നിരസിക്കുന്നത് ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് GR. ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് തന്നെ സാധനങ്ങൾ എന്ത് ചെയ്യാണ്? തിരിച്ചയക്കാൻ. അത് പല കാരണങ്ങളുണ്ടാവും, വെറുതെ ഒന്നും തിരിച്ചയക്കില്ല. ചിലപ്പോൾ കൊണ്ടുവന്ന മരുന്നുകൾ വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല. അതൊക്കെ ഒത്തു നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രമേ ഫാർമസിക്കാരെ മരുന്നെടുത്ത് എവിടെ വെക്കുള്ളൂ? നമ്മുടെ ഫാർമസിയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അത്രയേ കേട്ടോ. അടുത്തത് 9ാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് വാരിയേഷൻസ് ഫ്രം ദ പ്രോക്യൂർമെന്റ് പ്രോസസ്. എന്താണ് പ്രോക്യൂർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സംഭരണമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സംഭരണം, അതായത് ഈ മരുന്നുകൾ സംഭരിക്കുന്നതിനായിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നയങ്ങളുണ്ട്, അതുപോലെ തന്നെ നടപടിക്രമങ്ങള്, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിധേയമായിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഫാർമസിക്കകത്ത് മരുന്ന് സ്റ്റോർ ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മൾ തന്നെ ഫാർമസിയിൽ ഓൾറെഡി പഠിച്ചതാണ്. സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? അതിനകത്ത് നമ്മൾ ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്ന പോലെയാണോ നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നത്? അല്ല, അല്ലെ? അതുപോലെ നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്ന പോലെയാണോ നമ്മൾ ആന്റിബയോട്ടിക്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്? അല്ല, എല്ലാം വ്യത്യാസം ഉണ്ടല്ലേ? അതിന് സംഭരിക്കുന്നതിന് അതിൻ്റെതായ ആന്റിബയോട്ടിക്സ് ആണെങ്കിൽ ആ ഒരു പ്രത്യേക രീതിയിൽ വേണം സ്റ്റോർ ചെയ്യാൻ. നാർക്കോട്ടിക് ഡ്രഗ്സ് ആണെങ്കിൽ ഡബിൾ ലോക്കർ ചെയ്ത് വേണം സൂക്ഷിക്കാൻ. അങ്ങനെയൊക്കെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിൽ നിന്നും എന്താണ് വ്യതിചലിച്ച് സ്റ്റോർ ചെയ്യുന്ന ചില മരുന്നുകളുടെ ശതമാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചിലവരെന്ത് ചെയ്യും? ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പാലിക്കാതെ തോന്നിയ രീതിയിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ഡ്രഗ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും, പ്രൊക്യൂർ ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെ വരുന്ന മരുന്നുകളുടെയൊക്കെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനിൽ നിന്നും വാരിയേഷൻസ് നടത്തിക്കൊണ്ട്, വ്യതിചലിച്ചുകൊണ്ട് സ്റ്റോർ ചെയ്യപ്പെടുന്ന മരുന്നുകളുടെ ശതമാനം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് കേട്ടോ പെർസെന്റേജ് ഓഫ് വാരിയേഷൻസ് ഫ്രം ദ പ്രോക്യൂർമെന്റ് പ്രോസസ്. ഇത് അതുപോലെ നമ്മൾ ഒരുപാട് ഓവർ സ്റ്റോക്ക് ആയിട്ടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മരുന്നൊന്നും മേടിച്ചു വെക്കാനായിട്ട് പാടില്ല. അതൊക്കെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിരുദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് ഓവർ സ്റ്റോക്ക് ചെയ്ത് അതൊരു വാരിയേഷൻ ആണ് കേട്ടോ. അങ്ങനെയൊക്കെ വരുന്ന കേസുകളുടെ ശതമാനമാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും നമ്മൾ പറഞ്ഞത് ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ക്ലിയർ? ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് 7ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏഴാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ട് ഓഫീസ് കേട്ടോ. എന്താണ് ഫ്രണ്ട് ഓഫീസ്? അപ്പൊ ഫ്രണ്ട് ഓഫീസിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന വ്യക്തികൾ ആരാണ്? ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചോളൂ കേട്ടോ. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ്. അപ്പൊ ഈ ഫ്രണ്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? 1ാമത്തെ പോയിന്റ് ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് അല്ലെ? ഔട്ട് പേഷ്യൻസിന്റെ സംതൃപ്തി സൂചിക അല്ലെ? വരുന്ന പേഷ്യൻസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ സേവനത്തിന്. ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോൾ റിസപ്ഷൻ ഭാഗങ്ങളൊക്കെയാണ് അല്ലെ? അവരാണ് ആദ്യം തന്നെ വരുന്ന ആളുകളെ, ഇപ്പൊ പേഷ്യൻസ് ആയിക്കോട്ടെ, മറ്റു വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരെ ആദ്യം തന്നെ ഗ്രീറ്റ് ചെയ്യുന്നതും അവരുമായിട്ട് ഡീൽ ചെയ്യുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളാണ് അല്ലെ? നിങ്ങൾ ഫ്രണ്ട് ഓഫീസ് പഠിച്ചവരല്ലേ? അപ്പൊ അവിടെയുള്ള ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് ആണ് കേട്ടോ. ഔട്ട് പേഷ്യൻസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നതിന്റെ സൂചിക ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. 2ാമത്തത് സെക്കൻഡ് പോയിന്റ് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. ഇതാണ് വെയിറ്റിംഗ് ടൈം
വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. അതായത് ഒരു ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെയിറ്റിംഗ് ടൈം, എത്ര സമയം ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ എന്നതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഇതിപ്പോ ആരും നേരിട്ട് പോയി അപ്പോയിന്റ്മെന്റ് എടുക്കുന്നവരല്ല അല്ലെ, മിക്കവരും എന്താണ് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ചില ഡോക്ടേഴ്സിന് ഡിമാൻഡുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ബിസി ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആകുമ്പോൾ അവരുടെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത്തരത്തില് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു വെയിറ്റിംഗ് ടൈം, ഓക്കെ, വെയിറ്റിംഗ് ടൈം അതും ഒരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ അത്രയേ ഉള്ളൂ, 2 പോയിന്റ് ഉള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ, ശരി. ഇനി അടുത്തത് 8ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഏതാണത്? MRD. എന്താണ് MRD എന്ന് പറഞ്ഞാല്? മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. ഇതാണ് ഡിസ്ചാർജ് സമ്മറി ഇല്ലാതെ വരുന്ന മെഡിക്കൽ റെക്കോർഡ്സിന്റെ ശതമാനം. ഇത് കൃത്യമാണ്. ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഓരോ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം, എപ്പോഴും എന്തായിരിക്കണം? കൃത്യമായിരിക്കണം. ഒരു വിവരങ്ങൾ പോലും അതിൽ നമ്മൾ രേഖപ്പെടുത്താതെ ഇരിക്കരുത്. ഓക്കെ, ആ രോഗിക്ക് വേണ്ട, ആ രോഗിക്ക് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തണം ഒരു മെഡിക്കൽ റെക്കോർഡിൽ. അപ്പൊ ഡിസ്ചാർജ് സമ്മറി കൂടാതെയുള്ള മെഡിക്കൽ റെക്കോർഡ്സിന്റെ ശതമാനം എത്രയുണ്ട് എന്നുള്ളതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. ഇതാണ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. അപ്പൊ നിങ്ങൾക്ക് സംശയം എന്താണ് ICD? ICD എന്നുള്ളതിന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇന്റർനാഷണൽ, എഴുതിക്കോട്ടെ, ICD എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. എഴുതിയോ നിങ്ങള്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, അതാണ് ICD എന്ന് പറയുന്നത് കേട്ടോ. കിട്ടിയില്ലോ? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ICD കോഡിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? നമ്മളിങ്ങനെ ഡിസീസസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ടാണ്. അസുഖങ്ങളെ കോഡ് ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ എന്താ പറയാ, J00 ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. J00, J99 എന്നൊക്കെ പറയുന്ന കോഡുകളാണ്. അത്തരം കോഡുകൾ ഉദ്ദേശിക്കുന്നത് ഡിസീസ് ഓഫ് റെസ്പിറേറ്ററി ഡ്രഗ്സുകളാണ് കേട്ടോ. അതായത് ഡിസീസ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ചില അസുഖങ്ങളെ നമ്മൾ കോഡ് ചെയ്തിട്ടാണ് പറയുക. പ്രത്യേകിച്ച് മെഡിക്കൽ ഇതിൽ കോഡ് ചെയ്തിട്ട് കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ J00, J99 എന്ന് പറഞ്ഞൊരു കോഡാണിത്, ICD കോഡിംഗ് ആണിത്. ആ കോഡിംഗ് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ റെസ്പിറേഷൻ, അതായത് നമ്മുടെ ശ്വസന നാളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ ഉണ്ടല്ലോ. അതിൽ തന്നെ പല ടൈപ്പ് അസുഖങ്ങളുണ്ട്. COPD ഉണ്ട്, ലങ് ക്യാൻസർ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ ഓരോ അസുഖത്തിനും ഓരോ കോഡ് വെച്ചിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് J00, J99. അതുപോലെ വേറെ K വെച്ച് തുടങ്ങുന്ന കുറെ ഇതുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഓരോ ഡിസീസിനും ഓരോ കോഡ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതാണ് ICD കോഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആണ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തെ ഡിസീസ് കോഡ് ചെയ്യും? അത് മാത്രമല്ല, ഡെത്തിന്റെ കാരണം, ഇപ്പൊ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണത്തിന് കാരണമായിട്ടുള്ള അസുഖം ഏതാണ് എന്നൊക്കെ നമ്മൾ കോഡ് ഉപയോഗിച്ചാണ് നൊട്ടേറ്റ് ചെയ്യാം മെഡിക്കൽ റെക്കോർഡ്സിൽ. ഓക്കെ, അപ്പൊ അത്തരത്തില് ICD കോഡിംഗ് ഒന്നും ഇല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ICD എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആണ്. അത് വന്നിട്ട് അസുഖങ്ങളെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോഡാണ്. നിങ്ങൾ ജസ്റ്റ് ICD കോഡിംഗ് എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒത്തിരി അസുഖങ്ങൾ അവർ കോഡുകൾ ഉപയോഗിച്ചിട്ടായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? അത് മാത്രമല്ല, ആ മരണത്തിന് കാരണമാകുന്ന അസുഖം എന്താണെന്ന് അവര് ഒരു കോഡ് ഉപയോഗിച്ചിട്ടാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ നൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ ഇത്തരം ICD കോഡിംഗ് ഇല്ലാതെ വരുന്ന മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം. ഓക്കെ, ആദ്യത്തെ നമ്മൾ പറഞ്ഞ ഡിസ്ചാർജ് സമ്മറി കൂടാതെ വരുന്ന മെഡിക്കൽ റെക്കോർഡ്സിന്റെ ശതമാനം, ICD കോഡിംഗ് ഇല്ലാതെ വരുന്ന മെഡിക്കൽ റെക്കോർഡ്സിന്റെ ശതമാനം. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്
ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്, അതായത് രോഗിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ, ഇംപ്രോപ്പർ കൺസെന്റ് അല്ലെ, രോഗിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ ചെയ്യുന്ന എന്തെങ്കിലും മെഡിക്കൽ പ്രൊസീജിയറോ സർജറികളോ, അല്ലെങ്കിൽ എന്താണ് അപൂർണമായിട്ട് പൂർണ്ണമല്ലാത്ത മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മൾക്ക് തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ, രോഗിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ അവരൊരു ട്രീറ്റ്മെന്റിന് വിധേയമാക്കാൻ, അവരൊരു സർജറി ചെയ്യാനൊന്നും പാടില്ല അല്ലെ, അവരുടെ പൂർണ്ണ സമ്മതം ആവശ്യമാണ്. അപ്പൊ അതൊന്നും ഇല്ലാതെ, അതുപോലെ അപൂർണമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, മെഡിക്കൽ റെക്കോർഡ്സ് എപ്പോഴും എന്തായിരിക്കണം, അപ്ഡേറ്റഡ് ആയിരിക്കണം, ഒരിക്കലും ഇൻകംപ്ലീറ്റ് ആവാനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന മെഡിക്കൽ റെക്കോർഡ്സിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ല. അടുത്തത് പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സ്. ഇനി ചിലപ്പോൾ ചിലരുടെ മെഡിക്കൽ റെക്കോർഡ്സ് എന്തായി പോകും, മിസ്സായി പോകും, കാണാണ്ട് പോകും അല്ലെ. ഇതിപ്പോ അധികം അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല, കാര്യം എല്ലാം സിസ്റ്റം ബേസ്ഡ് ആണ് അല്ലെ, സിസ്റ്റത്തിലെല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടുതൽ സംഭവിക്കാമല്ലോ. പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സ്, മിസ്സാവുന്ന റെക്കോർഡ്സിന്റെ ശതമാനം. ക്ലിയർ. അടുത്തതാണ് അഞ്ചാമത്തെ പോയിന്റ് ആണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് ആണ് കേട്ടോ. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് അഥവാ BOR എന്നാണ് പറയാട്ടോ. BORന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് ആണ്. എന്താണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. The bed occupancy rate അഥവാ BOR percentage is a measure of the utilization of the available bed capacity in a hospital. അതായത് ഒരു ആശുപത്രിയിൽ ലഭ്യമായിട്ടുള്ള കിടക്കകളുടെ ഉപയോഗത്തിന്റെ ഒരു റേറ്റ് ആണ്. ആ ആശുപത്രിയിൽ എത്രത്തോളം ബെഡ്സ് ഉണ്ട്, ആ ഉള്ള ബെഡ്സിൽ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതിന്റെ ആ ഒരു റേറ്റ് അഥവാ പെർസെന്റേജ് ആണ് എന്ത് ഉദ്ദേശിക്കുന്നത്, BOR എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. It donates the percentage of beds occupied by patients in a defined period of time, normally a year ആണ് പറയുന്നത്. അതായത് സാധാരണ ഒരു വർഷത്തിൽ ഒരു ഡെഫിനിറ്റ് പീരീഡില് എത്രത്തോളം ബെഡ്സുകൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, എന്നതിന്റെ ഒരു ശതമാനം നമുക്ക് അതിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ? ബെഡ് ഒക്യുപ്പൻസി റേറ്റ് ഒന്നുമില്ല. റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രിയിൽ ലഭ്യമായിട്ടുള്ള കിടക്കുകളിൽ ഉപയോഗപ്പെടുത്തുന്ന ബെഡ്സിന്റെ ആ ഒരു റേറ്റ് അഥവാ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് BOR കേട്ടോ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ അധികം ആളുകൾ വരുന്നില്ല. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുതൽ രോഗികൾ ആ ഒരു ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ബെഡ് ഒക്യുപ്പൻസി റേറ്റ് കുറവാണെങ്കിലോ അധികം രോഗികൾ അവിടെ വരുന്നില്ല, അങ്ങനെയും വരാറ്. അപ്പൊ അതും ചിലപ്പോ എന്താണ്, ആ ഒരു സർവീസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് അതിന്റെ ക്വാളിറ്റിയായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അടുത്തതാണ് ഇത് ലെങ്ത് ഓഫ് സ്റ്റേ അഥവാ LOS എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് സ്റ്റേ അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഓരോ രോഗികളും അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എത്ര ദിവസം ആ ഒരു ഹോസ്പിറ്റലിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര നാൾ അവർ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, അതിന്റെ ശതമാനം, അതാണ് ലെങ്ത് ഓഫ് സ്റ്റേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ കേട്ടോ. കറക്റ്റ് 1 month. സാധാരണ ഒരു നോർമലി ഒരു വർഷത്തേക്കാണ് നമ്മളത് കണക്കാക്കുക റേറ്റ്. ഒരു വർഷത്തെ കണക്കാണ് നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്നത്. അടുത്തതാണ് എന്ത്, മോർട്ടാലിറ്റി റേറ്റ്. മോർട്ടാലിറ്റി റേറ്റ് നിങ്ങൾക്ക് അറിയാലോ, മരണനിരക്കാണ് അല്ലെ. ആ ഒരു ആശുപത്രിയിൽ എത്രത്തോളം മരണം സംഭവിക്കുന്നുണ്ട്, ആ ഒരു മരണനിരക്ക് അതൊരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ്. അടുത്ത പോയിന്റ് ആണ്, എട്ടാമത്തെ പോയിന്റ് ആണ് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അത് തന്നെ ഡെത്ത് റേറ്റ് ആണ് കേട്ടോ. മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെത്ത് റേറ്റ് ആണ്. എട്ടാമത്തെ പോയിന്റ് ഇതാണ് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അതായത് ആനുപാതിക മാതൃമരണ നിരക്കാണ് കേട്ടോ. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണ് കേട്ടോ. മാതൃമരണ നിരക്ക് എന്ന് പറഞ്ഞാൽ പ്രസവം മൂലം മരണപ്പെടുന്ന സ്ത്രീകൾ ഉണ്ടായിരിക്കും. അവിടെ അതെങ്ങനെയാ നോക്കണേന്ന് വെച്ചാല് ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഏജില് കേട്ടോ. റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറഞ്ഞൊരു 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ, അതാണല്ലോ സാധാരണ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത്. ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജില് മരണപ്പെടുന്ന സ്ത്രീകളില് എത്ര പേര് ഈ പറയുന്ന മെറ്റേണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് മരിച്ചിട്ടുണ്ട് എന്നതിന്റെ ശതമാനം, ആ ഒരു പ്രൊപ്പോർഷൻ ആണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അതായത് ഒരു സ്ത്രീകള് റീപ്രൊഡക്റ്റീവ് ഏജിൽ പറയുമ്പോൾ ഒരു 15 വയസ്സ് തൊട്ട് ഒരു 49 വയസ്സ് വരെയുള്ള ഒരു കാലമാണല്ലോ റീപ്രൊഡക്റ്റീവ് ഏജ് സ്ത്രീകളുടെ. ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജില് മരണപ്പെടുന്ന ആകെ സ്ത്രീകളില് എത്ര പേര് മെറ്റേണിറ്റി മൂലം മരിക്കുന്നുണ്ട്,
എത്ര പേര് അതിന്റെ പ്രസവം മൂലം മരണപ്പെടുന്നുണ്ട്. ആ ഒരു പ്രൊപ്പോർഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ്. പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ മാതൃമരണ നിരക്ക് കുറവാണ് അല്ലെ. നമ്മുടെ കേരളത്തിലൊക്കെ വളരെയധികം കുറവാണ്. ശിശുമരണ നിരക്കായാലും മാതൃമരണ നിരക്കായാലും കുറവാണ്. എന്താണ് എന്ന് പറയുമ്പോൾ എത്രയാണിത്? 15 വയസ്സ് മുതൽ 49 വയസ്സ് കേട്ടോ. 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള ഒരു പ്രായമാണ് സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ നാട്ടിലെ മാതൃമരണ നിരക്ക് അതുപോലെ തന്നെ ശിശുമരണ നിരക്കൊക്കെ വളരെയധികം കുറവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മുടെ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. പക്ഷെ പുറത്ത് എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് സ്റ്റേറ്റിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അത് ക്ലിയർ ആയല്ലോ. 8ാമത്തെ പോയിന്റ്. ഓക്കെ. നോർത്തിലൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ 9ാമത്തെ പോയിന്റ് ഇതാണ്. പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. എന്താണ്? ശിശുമരണ നിരക്ക്. നമ്മളിപ്പോ പറഞ്ഞില്ലേ, അതായത് ശിശുമരണമാണ് കേട്ടോ, ഇൻഫാന്റ് ആണ്. അതായത് 1 വയസ്സൊക്കെ പൂർത്തിയാവുന്നതിന് മുമ്പ് മരണപ്പെടുന്ന കുഞ്ഞുങ്ങളില്ലേ, അതാണ്. ആകെ മരണപ്പെടുന്ന ആളുകളിൽ അതായത് 1000 ലൈവ് ബർത്തിനകത്ത് എത്ര കുഞ്ഞുങ്ങൾ 1 വയസ്സെത്തുന്നതിന് മുൻപ് മരണപ്പെടുന്നുണ്ട്, അതാണ് അവിടെ ആ ഒരു പ്രൊപ്പോർഷനാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമല്ലോ, ആ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുന്നതില് എത്ര കുഞ്ഞുങ്ങൾ 1 വയസ്സിന് മുൻപ് തന്നെ മരണപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ. ശിശു മരണ നിരക്ക് അത് വിത്തിൻ ഈ പറയുന്ന പോലെ എന്താണ് പ്രഗ്നൻസിയിൽ മരണപ്പെടുന്നത് അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ശിശു മരണ നിരക്ക് കേട്ടോ, അതും ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ്. നമ്മുടെ നാട്ടിൽ കുറവാണ് കേട്ടോ, വളരെ കുറവാണ്. പക്ഷെ പുറത്ത് കൂടുതലാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ആദിവാസി വിഭാഗത്തിലൊക്കെ ശിശുമരണ നിരക്ക് കൂടുതലാണ്. കാരണം വേണ്ടത്ര പോഷകാഹാരമൊക്കെ കിട്ടാത്തതിന്റെ പേരിലൊക്കെ കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ മരണപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക്? മെഡിക്കൽ റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ഡിസ്ചാർജ് സമ്മറി ഇല്ലാതെ വരുന്ന മെഡിക്കൽ റെക്കോർഡ്സ്, ICD കോഡിംഗ് ഇല്ലാതെ വരുന്ന മെഡിക്കൽ റെക്കോർഡ്സ്, ഇംപ്രോപ്പർ കൺസെന്റ് അഥവാ ഒരു അപൂർണമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ്, മിസ്സായിട്ട് പോയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സിന്റെ ശതമാനം, പിന്നെ നമ്മൾ പറഞ്ഞു ഡെഡ് ഒക്യുപ്പൻസി റേറ്റ്, ഡെത്ത് റേറ്റ്, അതിൽ തന്നെ മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക്, ഇതെല്ലാം തന്നെ എന്താണ് ഓരോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഒരു 3 കൂടെ പഠിച്ചു കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. 9ാമത്തെ എന്താണ്? HRM. HRM എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. നമ്മൾ പഠിച്ചതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് പങ്കുവയ്ക്കുന്ന വ്യക്തി ആരാണ്? ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് അല്ലെ. അപ്പൊ അതുമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1ാമത്തെ പോയിന്റ് ആണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് പെർസെന്റേജ് അല്ലെ. അതായത് അവിടുത്തെ ജീവനക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ പെർസെന്റേജ്, എത്രത്തോളം സംതൃപ്തരാണ് അവിടുത്തെ തൊഴിലാളികൾ അല്ലെ, അവിടുത്തെ ജീവനക്കാര്, അതിന്റെ ശതമാനം ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഓക്കെ. 2ാമത്തത് എംപ്ലോയി അട്രീഷൻ റേറ്റ് ആണ്. അട്രീഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൊഴിഞ്ഞു പോക്കുന്നൊക്കെ നമ്മൾ പറയും അല്ലെ. കൊഴിഞ്ഞു പോവാന്ന് വെച്ചാൽ എന്താണ്? ജീവനക്കാർ അവിടെ വർക്ക് ചെയ്യാതെ ചിലർ പകുതിക്ക് വെച്ചൊക്കെ ജോലി മതിയാക്കി പോകുന്ന ആളുകളുണ്ട് അല്ലെ. അട്രീഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ പോകുന്ന ആൾക്കാരാണ് കേട്ടോ, കൊഴിഞ്ഞു പോകുന്ന. എന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ടാവും. ഇപ്പൊ പുവർ സാലറി അല്ലെ, സാലറി കുറവായിട്ടാവാം, അല്ലെങ്കിൽ അവിടുത്തെ തൊഴിൽ സാഹചര്യങ്ങളുടെ എന്താ പറയാ പരിമിതി കൊണ്ടാവാം അല്ലെ, മറ്റെന്തെങ്കിലും ഭൗതിക സാഹചര്യങ്ങളിൽ വന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ പല ജീവനക്കാരും എന്ത് ചെയ്യപ്പെടാം, അവിടുന്ന് വിട്ടുപോകാം അല്ലെ. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള എംപ്ലോയീസിന്റെ റേറ്റ് അഥവാ പെർസെന്റേജ് ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. ഓക്കെ. 3ാമത്തെയാണ് അത് തന്നെ ഡ്രോപ്പ് ചെയ്തൊക്കെ പോകും അല്ലെ, പല കാരണങ്ങൾ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു പോകും. അതും അത്ര നമ്മൾ പബ്ലിക് റിലേഷനായിട്ട് ബന്ധപ്പെടുത്തി അന്ന് പഠിച്ചിരുന്നു അല്ലെ. ആ റേറ്റ് കൂടുതലാണെങ്കിൽ അത്ര മോശം പബ്ലിക് റിലേഷൻ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. എന്നത് പുറത്തൊരു ഫാക്ടറാണ് കേട്ടോ അത്. ഓക്കെ. അത് ആ ഒരു ക്വാളിറ്റീനെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 3ാമത്തെ പോയിന്റ് എംപ്ലോയി ആബ്സെന്റീസം റേറ്റ് ആണ് കേട്ടോ. അതായത് എംപ്ലോയീസ് വരാതിരിക്കുന്ന എംപ്ലോയീസ്, കൂടുതൽ ലീവ് എടുക്കുന്ന അല്ലെ, ആബ്സെന്റ് ആവുന്ന ജീവനക്കാരുടെ ശതമാനം, അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എന്നൊക്കെ ഉള്ളത് അവർ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. 4ാമത്തെ പോയിന്റ് ഇതാണ് പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് who are informed of employee rights, responsibilities and welfare schemes.
അതായത് നമ്മുടെ ഈ എംപ്ലോയീസിന്റെ റൈറ്റ്സ് അല്ലെ, അതായത് ഈ പറയുന്ന ജീവനക്കാരുടെ അവകാശങ്ങൾ, അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ക്ഷേമ പദ്ധതികളെ കുറിച്ചൊക്കെ ഇൻഫോം ചെയ്യുന്ന, അതിനു വേണ്ടി വാദിക്കുന്ന അല്ലെ, അതിനു വേണ്ടി പ്രയത്നിക്കുന്ന, എഫർട്ട് ചെയ്യുന്ന ജീവനക്കാരുടെ ശതമാനം, അതും ഒരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് എംപ്ലോയീസിന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ട് അല്ലെ, അവരുടെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ജീവനക്കാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു നല്ല കാര്യമാണ്. അത് മാത്രമല്ല, അതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓരോ ജീവനക്കാരും എത്രത്തോളം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ മെഷർമെന്റ് കൂടിയാണ് അല്ലെ. ജീവനക്കാര് തമ്മിൽ നല്ല സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന റേറ്റ് കൂടുതലായിരിക്കും അല്ലെ. ആരും പരസ്പരം ഇല്ലാതെയും എന്താണ് കോർഡിനേറ്റ് ചെയ്യാണ്ടും സഹകരിക്കാതും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തില് ഈ പറയുന്ന വെൽഫെയർ സ്കീമുകളോ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒന്നും ഉണ്ടാവില്ല അവിടെ അല്ലെ. അപ്പൊ അവിടെ മെഷർ ചെയ്യുന്നത് ശരിക്കും ആ ഒരു എംപ്ലോയീസ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ വ്യാപ്തി, എത്രത്തോളം നല്ല രീതിയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നതാണ് അവിടെ മെഷർ ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് കേട്ടോ. എന്നോട് പറയാണ്, പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ്. ആദ്യം തന്നെ പ്രൊഫൈൽ ആക്സസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് പഠിച്ചു വയ്ക്കും. എന്താണ് അർത്ഥം? പ്രതിരോധം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പ്രൊഫൈൽ ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെന്റ് ചെയ്യാം, തടയാം, പ്രതിരോധിക്കാം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയും HIV പോലുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ല, HIV അസുഖങ്ങൾ വന്നിട്ടുള്ള പേഷ്യൻസ്, അത് അല്ലെങ്കിൽ അത്തരം മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് എക്സ്പോഷർ ചെയ്യുന്ന, അതുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ജീവനക്കാരുണ്ടായിരിക്കും. ഹെൽത്ത് വർക്കേഴ്സ് ആണ് കേട്ടോ. ഹെൽത്ത് വർക്കേഴ്സ് എന്ത് ചെയ്യും? അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി എടുക്കുന്ന ചില മരുന്നുകളുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അതായത് HIV പോലെയുള്ള അസുഖങ്ങള് അല്ലെങ്കിൽ വളരെ നമുക്ക് ജീവന് ഹാനികരമാവുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ്, അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ സമ്പർക്കം പുലർത്തുന്ന ജീവനക്കാര് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് മുൻകൂട്ടി എടുക്കുന്ന മരുന്നുകളാണ് കേട്ടോ. അതുകൊണ്ടാണ് പ്രീ എക്സ്പോഷർ എന്ന് പറയുന്നത്. അവരായിട്ട് എക്സ്പോഷർ ചെയ്യുന്നതിന് മുൻപായിട്ട് അവരെടുക്കുന്ന മരുന്നുകളെയാണ് എന്ത് പറയുന്നത്? പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത്തരം മരുന്നുകളൊക്കെ എടുക്കുന്ന ജീവനക്കാരുടെ ശതമാനം, അത് NSR പ്രിക്കോഷൻസ് എടുക്കുന്നതിന്റെ ശതമാനം. അതുപോലെ തന്നെ പോസ്റ്റ് എക്സ്പോഷർ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇത്തരം ആളുകളായിട്ട് സമ്പർക്കം പുലർത്തിയതിനു ശേഷം പ്രിക്കോഷൻ എന്നാണ് മരുന്നെടുക്കുന്ന ആൾക്കാർ. അതിന് നമ്മൾ പോസ്റ്റ് എക്സ്പോഷർ എന്നാണ് പറയാ. ഇവിടെ പ്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു എക്സാമ്പിൾ പറയണേ, നമ്മുടെ ഒരു മരുന്നുകളുണ്ട്. ഒരു എക്സാമ്പിള് നമ്മുടെ ട്രുവാഡ, അതുപോലെ തന്നെ ഡിസ്കോവി എന്നൊക്കെ പറയുന്ന ചില മെഡിസിൻസ് ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരം HIV പോലുള്ള പേഷ്യൻസ് ഒക്കെ ഇല്ല, അവരൊക്കെ ആയിട്ട് സമ്പർക്കം പുലർത്തുന്നതിന് മുൻപായിട്ട് എടുക്കുന്ന മരുന്നുകളാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇത്തരം അങ്ങനെയുള്ള ജീവനക്കാരുടെ ശതമാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, 10th 10ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിസ്ചാർജ് സമ്മറി കേട്ടോ. ഡിസ്ചാർജ് സമ്മറി അതിൽ എന്താ പറയാനുള്ളൂ? നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്, ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ് കേട്ടോ. ഡിസ്ചാർജിന് എടുത്തിട്ടുള്ള സമയം, അതൊരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. 11ാമത്തെ ഡിപ്പാർട്ട്മെന്റ് എലിപ്പനി. ഓക്കെ, എലിപ്പനി. അടുത്തത് 11ാമത്തെ ഡിപ്പാർട്ട്മെന്റ്. ശരിയാണ് കേട്ടോ സാജിത, കറക്റ്റ് ആണ് കേട്ടോ. അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളൊരു പ്രിക്കോഷൻസ്, ഇപ്പൊ വെള്ളപ്പൊക്കമൊക്കെ സമയത്ത് ഫ്ലഡിന്റെ ടൈമിലൊക്കെ നമുക്ക് എന്താണ് വരുന്നത് പേര് ഞാൻ മറക്കുന്ന, ഹെൽത്ത് സെന്ററിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് തരുമായിരുന്നു ആ മരുന്ന് കഴിക്കാനായിട്ട്, എലിപ്പനിയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്ക് 11ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അഥവാ ക്വാളിറ്റി, അവിടെ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന വ്യക്തികൾ ആരാണ്? ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് തന്നെയാണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ ഇതാണ്, ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം ആണ്. എന്താണ്? ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ഓർ ജനറൽ എക്യുപ്മെന്റ്, ഏത് എക്യുപ്മെന്റ്സ് വേണമെങ്കിലും ആവാം കേട്ടോ. ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ആവാം, ജനറൽ എക്യുപ്മെന്റ് ആവാം. എന്താണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു ഫിക്സ് ദ എക്യുപ്മെന്റ് ദാറ്റ് ഹാസ് ബീൻ ബ്രേക്ക് ഡൗൺ ഓർ മാൽ ഫങ്ഷൻഡ്. അതായത് ഇപ്പൊ കേടായിട്ട് പോയിട്ടുള്ള ചില എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ, കേടായി പോവുകയോ അല്ലെങ്കിൽ താഴെ വീണ് പൊട്ടിയൊക്കെ പോകുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. ആ ഒരു എക്യുപ്മെന്റ്സ്, അതായത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന അത്തരം എക്യുപ്മെന്റ്സ് ഫിക്സ് ചെയ്യാനായിട്ട്,
അത് നേരെയാക്കാനായിട്ട് എടുക്കുന്ന ടൈമാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? മാൽ ഫംഗ്ഷൻ ആയിട്ടുള്ള അതുപോലെ തന്നെ ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ചില എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം എക്യുപ്മെന്റ്സ് ഫിക്സ് ചെയ്യുന്നതിന് എടുക്കുന്ന ആ ഒരു ടൈമാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറയുന്നത്. മനസ്സിലായത്? ടൈം ടേക്കൺ ടു ഫിക്സ് ദ എക്യുപ്മെന്റ് ദാറ്റ് ഹാസ് ബീൻ മാൽ ഫംഗ്ഷൻ ഓർ ബ്രേക്ക് ഡൗൺ. ഓക്കെ, ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഫിക്സ് ചെയ്യുന്നതിന് എടുത്തിട്ടുള്ള സമയമാണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതായത് കൂടുതൽ കാലം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു എക്യുപ്മെന്റ് കേടായിട്ട് അതിന് ഒരുപാട് കാലം എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സൂചനയല്ല അല്ലെ. എത്രയും പെട്ടെന്നത് എന്ത് ചെയ്യണം? മെയിന്റനൻസ് നടത്തി അത് ഉപയോഗപ്രദമാക്കണം. ഒരുപാട് ചില എക്യുപ്മെന്റ് നന്നാക്കാൻ കൊടുത്താൽ പിന്നെ കുറെ കാലത്തോളം അതിന്റെ ഒരു അഡ്രസ്സും ഉണ്ടാകും അല്ലെ. കുറെ നാളുകളോളം എന്ത് ചെയ്യും? അത് ഫിക്സ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സൂചനയല്ല അത് തരുന്നത് അല്ലെ. അപ്പൊ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് അത്തരം എക്യുപ്മെന്റ്സ് ഫിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സർവീസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ പോയിന്റ് ആണ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. ബ്രാക്കറ്റിൽ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ജനറൽ എക്യുപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അറിയാലോ എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് എന്താണ്? ഹൗ എഫിഷ്യന്റ്ലി ദ എക്യുപ്മെന്റ് എന്താണ് ഹാസ് ബീൻ യൂട്ടിലൈസ്ഡ്. നമ്മൾ എത്രത്തോളം എഫിഷ്യൻസിയിലാണ് നമ്മൾ ഒരു എക്യുപ്മെന്റ് ഉപയോഗപ്പെടുത്തുന്നത് എന്നതിന്റെ ശതമാനം ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ്. എത്രത്തോളം നമ്മൾ അവിടുത്തെ എക്യുപ്മെന്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നതും നോക്കാം. അപ്പൊ ചിലപ്പോൾ ആവശ്യമില്ലാത്ത വലിയ ഉപയോഗം ഇല്ലാത്തൊരു എക്യുപ്മെന്റ് അവിടെ പൈസ കൊടുത്ത് മേടിച്ചു വെക്കുന്നത് നഷ്ടമാണ് അല്ലെ. എപ്പോഴും നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്ത് വെക്കണം? വാങ്ങിച്ചു വെക്കണം. ചില ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസയൊക്കെ മുടക്കി വലിയ വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ചു വെക്കും. പക്ഷെ അതിനുള്ള സേവനങ്ങളോ അത്തരം ട്രീറ്റ്മെന്റുകളോ ചിലപ്പോൾ അവിടെ നടത്തുന്നുണ്ടാവില്ല. അത്രയും രൂപ അത് നഷ്ടമാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ടാണ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടാണ് നമ്മൾ എക്യുപ്മെന്റ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നതിന്റെ ശതമാനം ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ്. ഇതെല്ലാം ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക് പറഞ്ഞത്? ഇനി ലാസ്റ്റത്തോട്ട് നമ്മൾ കടക്കുകയാണ്. എലിജിബിലിറ്റി. എന്തെങ്കിലും ക്ലിയർ ഇല്ലാത്തതുണ്ടെങ്കിൽ പറയണോട്ടാ, അപ്പൊ തന്നെ പറയണോട്ടാ. ഓക്കെ ആണല്ലോ? ഇനി അടുത്തതാണ് എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ദ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഇപ്പൊ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് കാണാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന്, ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ എലിജിബിലിറ്റി ഉണ്ടായിരിക്കും, എന്തൊക്കെ യോഗ്യതകൾ ഉണ്ടായിരിക്കും. അപ്പൊ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത്. വലിയ വലിയ പോയിന്റഡ് ആയിട്ടല്ല, ഒരു അക്രഡിറ്റേഷൻ ലഭിക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ യോഗ്യതകൾ വേണം, അത് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO that satisfy the following requirements. ഒന്നാമത്തെ പോയിന്റ്, currently in operation as a health care provider, it should be about 50 beds. അതായത് നമ്മൾ ഒരു കാര്യം ഇടയ്ക്ക് പഠിച്ചിരുന്നു, നമ്മുടെ NAB ഉണ്ടല്ലോ, NABH, അത് ഹോസ്പിറ്റലിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതായത് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും സാധാരണ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതേ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ 50 ബെഡിൽ കൂടുതലോ ആണെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 50 ബെഡില് കുറവുള്ള ഹോസ്പിറ്റൽസ് ആയിരിക്കും. അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ ചുരുങ്ങിയത് 50 ബെഡിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. ഒരു അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ അവിടെ എത്ര ബെഡെങ്കിലും ഉണ്ടായിരിക്കണം? 50 ബെഡോ 50 ബെഡിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. ഏതിന്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. കറന്റ്ലി ഇൻ ഓപ്പറേഷൻ ആസ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഇറ്റ് ഷുഡ് ബി അബൌവ് 50 ബെഡ്സ്. ഓക്കെ, ഇനി സിൻസ് ദ ഹോസ്പിറ്റൽസ് ബിലോ 50 ബെഡ്സ്, 50 ബെഡിൽ കുറവുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇറ്റ് വിൽ കം അണ്ടർ SHCO സ്റ്റാൻഡേർഡ്സ്. അവർ വരുന്നത് എന്തായിരിക്കും? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ കീഴിലായിരിക്കും. അങ്ങനെ അതിന്റെ മാനദണ്ഡങ്ങൾക്ക് കീഴിലായിരിക്കും 50 ബെഡിൽ കുറവുള്ള ഹോസ്പിറ്റലുകൾ വരും. നമ്മൾ പഠിച്ച കാര്യമാണത്. അതായത് വലിയ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കണം? 50 കൂടുതൽ ബെഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ചെറിയ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ SHCO സ്റ്റാൻഡേർഡ്സിന്റെ കീഴിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ദ ഹോസ്പിറ്റൽ ഹാസ് ദ മിനിമം ലെസ് ദാൻ 50 ആണെങ്കിൽ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ കീഴിലായിരിക്കും
വരുന്നത് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അടുത്തത് ഈ ചാപ്റ്ററിൽ തന്നെ പഠിച്ചതാണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ദ ഹോസ്പിറ്റൽ ഹാസ് ദ മിനിമം വോള്യൂം ഓഫ് പേഷ്യൻസ് വിച്ച് വിൽ ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് കെയർ given to the patients which is presently 30%. അത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഹോസ്പിറ്റലില് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം അവിടുത്തെ രോഗികൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് ആ ഒരു ഹോസ്പിറ്റല് ചികിത്സിക്കേണ്ട ഏറ്റവും കുറഞ്ഞ രോഗികളുടെ എണ്ണമാണ് കേട്ടോ. അതായത് നമുക്കൊരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യണം, ഒരു ക്വാളിറ്റി നമുക്ക് മെഷർ ചെയ്യണം. മെഷർ ചെയ്യണമെങ്കിൽ മിനിമം ഇത്ര പേഷ്യൻസിനെങ്കിലും അവിടെ ചികിത്സിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഒന്നോ രണ്ടോ ആളുകൾ വരുന്ന ഒരു ഇതിനെ നമുക്ക് ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റും, ക്ലിനിക് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ക്വാളിറ്റി മെഷർ ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഒരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യാനായിട്ട്, ഒരു ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം നമുക്ക് ഉറപ്പാക്കാനായിട്ട്, മെഷർ ചെയ്യാനായിട്ട് ആ ഒരു ഹോസ്പിറ്റല് ട്രീറ്റ് ചെയ്യേണ്ട കുറഞ്ഞ രോഗികളുടെ ട്രീറ്റ് ചെയ്യേണ്ട ഏറ്റവും കുറവ് നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് നിലവിൽ ഒരു 30% ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. 30% പേഷ്യൻസിനെയെങ്കിലും ചികിത്സിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ക്വാളിറ്റി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കുറഞ്ഞത് ഒരു 30% പേഷ്യൻസിനെങ്കിലും അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടാവണം. അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെഷർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് മെഷർ ചെയ്താലാണ് നമുക്ക് പിന്നെ അക്രഡിറ്റേഷന് പോകാനും സാധിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ, അതാണ് കേട്ടോ. തേർഡ് പോയിന്റ് ഇതാണ്, ദ ഓർഗനൈസേഷൻ ദാറ്റ് കമ്മിറ്റ്സ് ടു അബൈഡ് ബൈ NABH സ്റ്റാൻഡേർഡ്സ് ആൻഡ് അപ്ലിക്കബിൾ ലീഗൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ഓർ റെഗുലേറ്ററി റിക്വയർമെന്റ്സ്. വേറൊന്നുമല്ല, അതായത് നമ്മൾ അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ NABH സ്റ്റാൻഡേർഡ്സും മറ്റ് ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി റിക്വയർമെന്റ്സ് എല്ലാം തന്നെ പാലിച്ചിരിക്കണം. അല്ലെ? തോന്നിയ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആവരുത്. ഒരു കൃത്യമായിട്ട് NABH സ്റ്റാൻഡേർഡ്സുകളും അതുപോലെ തന്നെ ലീഗൽ ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി എല്ലാ വശങ്ങളും, എല്ലാ നിയമവശങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു ഓർഗനൈസേഷന് മാത്രമേ എന്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്തത്, the health care organization should have implemented NABH standards in the HCO for a minimum of 3 months. ആ 3 months എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. കുറഞ്ഞത് ഒരു 3 മാസമെങ്കിലും, കുറഞ്ഞത് ഒരു 3 months ആണ് കേട്ടോ അവര് പറഞ്ഞത്. ഒരു 3 മാസമെങ്കിലും ഹോസ്പിറ്റലുകൾ എന്ത് നടപ്പിലാക്കിയിരിക്കണം, NABH സ്റ്റാൻഡേർഡ്സുകൾ നടപ്പിലാക്കിയിരിക്കണം. അങ്ങനെയുള്ള ഹോസ്പിറ്റലിന് മാത്രമേ അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനുള്ള എന്തുണ്ടാവുള്ളൂ, എലിജിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അതായത് കുറഞ്ഞത് 3 മാസമെങ്കിലും NABH സ്റ്റാൻഡേർഡ്സ് നടപ്പിലാക്കിയിരിക്കണം ആ ഹോസ്പിറ്റലിൽ. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകാർക്ക് മാത്രമേ അക്രഡിറ്റേഷന് പോകാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, അടുത്തത് ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. These standards are to be used by the whole organization and not for a certain service within the organization. The organizations provide the multiple services and the standards are equally applicable to all services within the healthcare organization. അതായത് നമ്മൾ ഈ പറയുന്ന ഈ ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടല്ലോ, ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ്, ഒരു സേവനത്തിന് മാത്രം ഉൾക്കൊള്ളുന്നതല്ല. മൊത്തത്തിൽ ആ ഒരു ഹോസ്പിറ്റൽ മുഴുവൻ എന്താ പാലിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ഹോസ്പിറ്റൽ മുഴുവൻ ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സുകൾ അനുസരിച്ചിരിക്കണം. അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഏതെങ്കിലും ഒരു 1-2 ഡിപ്പാർട്ട്മെന്റുകൾക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങളല്ല ഇത്. അത് ഹോസ്പിറ്റൽ മൊത്തമായിട്ടും പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? അപ്പൊ അക്രഡിറ്റേഷന് വേണ്ട യോഗ്യത എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ലാർജ് ആണെങ്കിൽ അവിടെ ഒരു 50-ഓ 50-ൽ കൂടുതലോ ബെഡ് ഉണ്ടെങ്കിൽ മാത്രമേ അക്രഡിറ്റേഷന് പോകാനായിട്ട് പറ്റുള്ളൂ. ഇനി സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ 50 ബെഡിലും കുറവായിരിക്കും അല്ലെ. അത്തരം ഹോസ്പിറ്റലുകൾ നമ്മുടെ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സിന്റെ കീഴിലായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു, ഒരു ക്വാളിറ്റി കെയർ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് കുറഞ്ഞത് ഒരു ഹോസ്പിറ്റൽ ഏറ്റവും കുറഞ്ഞത് ചികിത്സിക്കേണ്ട രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് 30%. ഒരു 30% രോഗികളെ ചികിത്സിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വാളിറ്റി മെഷർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ.
പിന്നെ മാത്രമല്ല എല്ലാ ഹോസ്പിറ്റലിലും NABH സ്റ്റാൻഡേർഡ്സുകളും മറ്റ് ലീഗൽ ഫോർമാലിറ്റീസും ഒക്കെ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അക്രഡിറ്റേഷന് പോകാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, NABH സ്റ്റാൻഡേർഡ്സുകൾ കുറഞ്ഞതൊരു 3 മാസമെങ്കിലും ആ ഒരു ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയിരിക്കണം. ഓക്കെ, 3 മാസമാണ് അവർ പറയുന്നുള്ളൂ. ആ ഒരു 3 മാസമെങ്കിലും അത് നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഹോസ്പിറ്റലിനെ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇതെന്ന് പറയുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഏതെങ്കിലും ഒരു സേവനത്തിന് മാത്രം പറയുന്ന കാര്യങ്ങളല്ല, ആ ഒരു ഹോസ്പിറ്റലിൽ മൊത്തമായിട്ടും പാലിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒരു മോഡൽ, ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഏത് ഹോസ്പിറ്റലാണ് നോക്കി, കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് NABH എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർ ഏത് ഹോസ്പിറ്റലിന് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ് നോക്കി, മംഗള ഹോസ്പിറ്റൽ ആൻഡ് മംഗള കിഡ്നി ഫൗണ്ടേഷൻ, വജ്ര ഹിൽസ്, ഖത്രി റോഡ്, മംഗളൂരു. കേട്ടോ, ബാംഗ്ലൂരുള്ള ഒരു ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. നോക്കൂ, 3 ഘട്ടങ്ങളിലായിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് കേട്ടോ. പ്രീ അക്രഡിറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവൽ ഉണ്ട്, പ്രീ അക്രഡിറ്റേഷൻ പ്രോഗ്രസീവ് ലെവൽ ഉണ്ട്, പിന്നെ ഫൈനൽ ആണ് എന്ത് എടുക്കുന്നത്, അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഇവർക്ക് കിട്ടിയിട്ടുള്ള അക്രഡിറ്റേഷൻ ഏതാണ്, ഈ ആരോ എങ്ങോട്ടാ പോയിരിക്കുന്നത്, എൻട്രി ലെവൽ അക്രഡിറ്റേഷൻ മാത്രമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. പ്രോഗ്രസീവ് ലെവൽ കിട്ടിയിട്ടില്ല. എൻട്രി ലെവല് ഇത് വേണ്ട, നോട്ട് ചെയ്യേണ്ട സാധ്യത, ജസ്റ്റ് ഒന്ന് മോഡൽ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കൊടുത്തേക്കുന്നത്. അക്രഡിറ്റേഷൻ കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് കൊടുക്കുന്നത് ഓരോ ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത്. അതായത് എൻട്രി ലെവൽ ഉണ്ട്, പ്രോഗ്രസീവ് ലെവൽ ഉണ്ട്, പിന്നെ ഫൈനൽ ആണ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഈ ഹോസ്പിറ്റലിന് കൊടുത്തേക്കുന്നത് എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. അതായത് ആദ്യത്തെ ലെവല് അക്രഡിറ്റേഷൻ അവർ പാസ്സായിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട്, അതായത് അത്രയുള്ള ക്വാളിറ്റീസ് അവർ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. ഇനി അവർ ഇംപ്രൂവ് ചെയ്യണം. ഇംപ്രൂവ് ചെയ്ത് ഒരു പ്രോഗ്രസീവ് ലെവലിൽ എത്തുമ്പോഴാണ് ആ സ്റ്റാൻഡേർഡ്സ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഈ ലെവൽ അവർക്ക് കൊടുക്കുള്ളൂ. അതെല്ലാം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഫൈനൽ അക്രഡിറ്റേഷൻ അവർക്ക് കൊടുക്കൂ. മനസ്സിലാവും? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇറ്റ് ഹാസ് ബീൻ അസസ്ഡ് ആൻഡ് ഫൗണ്ട് ടു കംപ്ലൈ വിത്ത് NABH പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവൽ. പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്, എൻട്രി ലെവൽ ഹോസ്പിറ്റൽ റിക്വയർമെന്റ് മാത്രമേ ഇവർ സാറ്റിസ്ഫൈ, അതുകൊണ്ട് ആ സർട്ടിഫിക്കേഷൻ മാത്രമാണ് ഇവർ കൊടുത്തേക്കുന്നത് കേട്ടോ. This certificate is valid for the scope as specified in the annexed subject to continued compliance with the entry level requirements. 2 വർഷമാണ് കേട്ടോ കാലാവധി. നോക്കിയേ, 2019 സ്റ്റാർട്ട് ചെയ്തിട്ട് 2021 വരെയാണ് വാലിഡ് ആവുന്നുള്ളൂ. 2 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ കേട്ടോ. എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ 2 വർഷത്തെ വാലിഡിറ്റി മാത്രമേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് പഠിച്ചു വരുമ്പോ വായിച്ചു വരുമ്പോ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ, വലിയ കുഴപ്പമൊന്നും തോന്നണില്ലല്ലോ. ആദ്യമായിട്ട് നമ്മള് ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉണ്ടായിരുന്നുള്ളൂ, പഠിച്ചൊക്കെ വന്നപ്പോ കുഴപ്പമില്ല. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ 32 എണ്ണം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കുന്നത് അതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത് നോട്ട് ചെയ്ത് വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ശരിയെന്നാ. ഓക്കെ, ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഓക്കെ ആണ് അടുത്ത ക്ലാസ്. പുതിയൊരു ചാപ്റ്റർ തുടങ്ങണത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നടന്നില്ല. കാണില്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ ആണ്. ശരി, ഇത് അപ്പൊ പോയിട്ട് ഊണൊക്കെ കഴിച്ചോ. താങ്ക് യു.